പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാത്ത ടെൻസുകളെ പറ്റിയാണ് വിശദീകരിച്ചത്. ഇവിടെ നമ്മൾ നോക്കുന്ന പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചുള്ള ടെൻസുകളെയാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. പാർട്ടിസിപ്പിൾ എന്തെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇംഗ്ലീഷിൽ വിവിധ ടെൻസുകളുടെ നിർമ്മാണത്തിന് പാർട്ടിസിപ്പിൾസ് ഉപയോഗിക്കുന്നു. ഇത് ഏതൊക്കെയെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ രണ്ടുവിധം പാർട്ടിസിപ്പിൾസ് ഉണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളും. പ്രസന്റ് പാർട്ടിസിപ്പിൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? വെർബിൻ്റെ കൂടെ ING ചേർത്താണ്. വാക്കിൻ്റെ കൂടെ ING ചേർത്ത് വാക്കിംഗ് ആവുന്നു. അതേപോലെ ഈറ്റിങ്ങും റണ്ണിങ്ങും ആകുന്നു. ഇത് കണ്ടിന്യൂസ് ടെൻസുകൾ ഉപയോഗിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് എക്സാമ്പിൾ, I am walking to work. പാസ്റ്റ് കണ്ടിന്യൂസ്, she was reading a book. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, they will be traveling tomorrow. ഇവിടെ വാക്കിംഗ്, റീഡിംഗ്, ട്രാവലിംഗ് എല്ലാം പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, he has been working all day. Past perfect continuous, we had been waiting for hours. Future perfect continuous, by next year she will have been studying for 5 years. കണ്ടിന്യൂസ് ടെൻസിലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. റെഗുലർ വേർബിനോട് കൂടി ED ചേർത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കുന്നു. ഈയിൽ അവസാനിക്കുന്ന വേർബാണെങ്കിൽ D ചേർത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കുന്നു. എക്സാമ്പിൾ, ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്, ലവ്, ലൗഡ്, ലൗഡ്. എന്നാൽ ഇറഗുലർ വേർബിന് സ്ഥിരമായൊരു ശൈലിയില്ല. സ്പെല്ലിങ്ങിലും മാറ്റമുണ്ടാവാം. ചിലപ്പോൾ ഇറഗുലർ വേർബിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും യാതൊരു മാറ്റവും കാണില്ല. ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കുക. ബേസ് ഫോം ഗോ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. റൈറ്റിൻ്റെ റോഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടേൺ. ഈറ്റിൻ്റെ ഏറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റൺ. കട്ട്, പാസ്റ്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടാണ്. യാതൊരു മാറ്റവുമില്ല. ഇറഗുലർ വേർബിൻ്റെ 3 ഫോമുകളും കഴിവതും മനപ്പാടമാക്കേണ്ടതുണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലും ആകുന്നു. എക്സാമ്പിൾ, I have finished my homework. They had left before we arrived. She will have completed the project by Monday. ഇനി പാസീവ് വോയിസിൽ പ്രസന്റ് പാസീവ്, the letter is written by her. പാസ്റ്റ് പാസീവിൽ the cake was baked by John. ഫ്യൂച്ചർ പാസീവിൽ the report will be submitted tomorrow. ഇതൊക്കെയാണ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടെൻസുകൾ. ഇറഗുലർ വേർബിനെ പറ്റി മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. താഴെ ചില ഇറഗുലർ വേർബ് ചേർക്കുന്നു. ഇതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും അറിയാമോ എന്ന് പരിശോധിക്കുക. സ്വയം വിലയിരുത്താൻ ഉപയോഗിക്കും. ഇംഗ്ലീഷിൽ ധാരാളം ഇറഗുലർ വേർബ്സ് ഉണ്ട്. എറൈസ്, ബി, ഡ്രിങ്ക്, ഫാൾ, ഹിറ്റ്, മിസ്റ്റേക്ക്, ഷേക്ക്, ടിയർ, സ്വിം. വീഡിയോ ചുരുക്കിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.